കെഎസ്ആർടിസിയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്കെതിരായ പൊതു താൽപര്യ ഹർജി തള്ളിയിരിക്കുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് പൊതു താൽപര്യ ഹർജി തള്ളിയത്. സൗജന്യ യാത്രാ പദ്ധതി സർക്കാരിന് തുടരാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ആണ് ചേരുന്നത്. ഡാനി, തീർച്ചയായും സർക്കാരിന് നയപരമായ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടലോ അല്ലെങ്കിൽ തീരുമാനത്തിനെതിരായ ഒരു വിധി പ്രസ്താവമോ നമ്മൾ പ്രതീക്ഷിച്ചതല്ല. എന്നാലും കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് നിരീക്ഷിച്ചത്? എന്തു പറഞ്ഞാണ് കോടതി ഈ ആവശ്യം തള്ളിയത്? അഭിലാഷ്, ഇത് ഹൈക്കോടതി ഇതൊരു പൊതു താല്പര്യ ഹർജി സ്വീകരിക്കുമ്പോൾ തന്നെയും നേരമേ കോടതി ചോദിച്ച ചില കാര്യങ്ങളുണ്ട്. ഇത് സർക്കാർ വാക്കു പാലിച്ചതല്ലേ എന്നതടക്കം ഹർജിക്കാരനോട് ചോദിച്ചു. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലും നിലവിലുണ്ടല്ലോ, ആ സർക്കാരുകൾ നടപ്പാക്കിയതല്ലേ എന്ന ചോദ്യം ഇതെല്ലാം തന്നെ ചോദിച്ചിരുന്നു. പക്ഷെ ഹർജിക്കാരൻ പറഞ്ഞത് ഇതിൽ ഒരു ഭരണഘടനാ വിരുദ്ധതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അത്തരം കാര്യങ്ങളും കൂടി കോടതി പരിശോധിക്കാമെന്ന് പറയുകയും ചെയ്തു. എറണാകുളം സ്വദേശിയാണ് ഈ ഒരു ഹർജിക്കാരന്. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായി പ്രിയദർശിനി പദ്ധതി സർക്കാരിന് തുടരാമെന്ന് സംയുക്തമായി പറഞ്ഞിരിക്കുന്നു. സർക്കാരിന് വലിയൊരു ആശ്വാസമാണിത്. പ്രിയദർശിനി ഈ പദ്ധതിയിൽ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരന് ആയിട്ടില്ല എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു. ഈ കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീ സൗജന്യ യാത്ര ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു ഈ ഹർജിക്കാരൻ പ്രധാനമായിട്ടും തന്നെ കോടതിക്ക് മുൻപാകെ ഉന്നയിച്ചത്. എന്നാൽ അങ്ങനെയൊന്ന് ഇത് ഹർജിക്കാരൻ ഇത് സ്ഥാപിക്കാനോ തെളിയിക്കാനോ ഇതൊന്നും തന്നെ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. ഇതിൽ വരുമാന പരിധിയോ താമസയോഗ്യതയോ നിർദ്ദിഷ്ട ക്ഷേമ ലക്ഷ്യമോ ഇല്ലാതെ ലിംഗഭേദം മാത്രം അടിസ്ഥാനമാക്കി ആനുകൂല്യം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു ഇയാൾ പ്രധാനമായും തന്നെ പറഞ്ഞിരുന്നത്. കോടതി ഈ വാദങ്ങൾ തള്ളുകയായിരുന്നു. ഇതിൽ നയപഠനവും ആഘാത വിലയിരുത്തലും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം സർക്കാർ ഉത്തരവാക്കി മാറ്റിയത് തെറ്റായ നടപടിയാണെന്നും ഇയാൾ വാദിക്കുകയും ചെയ്തു. എന്നാൽ ഈ വാദങ്ങളെല്ലാം കോടതി തള്ളിയിരിക്കുന്നു. ഈ പദ്ധതിയുമായിട്ട് സർക്കാരിന് മുന്നോട്ട് പോകാം എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അഭിലാഷ്, ജസ്റ്റിസ് ശ്യാംകുമാർ VM എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ഈ ഹർജി തള്ളിയിട്ടുള്ളത്. കോടതിയുടെ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അധ്വാനിക്കുന്ന വർഗത്തിലെ സ്ത്രീകൾക്കാണ് ഇതിൻ്റെ സേവനം കൂടുതൽ ലഭിക്കുന്നത് എന്ന് കോടതി നിരീക്ഷിച്ച സാഹചര്യമുണ്ടാകുന്നു. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമാണ് പദ്ധതി എന്ന സർക്കാരിൻ്റെ വാദം അംഗീകരിച്ചു. ഡൽഹി, പഞ്ചാബ്, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇത്തരം സേവനം ഉണ്ട് എന്ന സർക്കാർ വാദവും കോടതി മുഖവിലേക്ക് എടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതോടൊപ്പം 800 കോടി രൂപയുടെ ബാധ്യത ഖജനാവിന് വരുത്തും എന്നുള്ളതായിരുന്നു ഈ പൊതു താൽപര്യ ഹർജിയിലെ മറ്റൊരു വാദം. പക്ഷേ അത് തള്ളിക്കളയുന്ന സമീപനമാണ് കോടതി സ്വീകരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.